Hi students, welcome to your new class. നാളെ നടക്കാൻ പോകുന്ന കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് ചാപ്റ്റർ വൈസ് തന്നെ കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യം എന്താണ് കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് 2013 നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ട് എന്താണെന്നുള്ളത് പഠിക്കുക. ഒപ്പം തന്നെ ആ ആക്ടുമായി ബന്ധപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരെ നമുക്ക് ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്ട്സും അതേപോലെ തന്നെ ആ ആക്ടിൻ്റെ സാലിയൻ്റ് ഫീച്ചേഴ്സ്, ആ ഫീച്ചേഴ്സൊക്കെ ഇതൊക്കെ നമുക്ക് എസ്സേക്ക് നല്ല ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ആ ഒരു കമ്പനി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്ന കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ, ഏതെങ്കിലും മുന്നുള്ള കമ്പനി ലോ പ്രകാരമോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരമോ ഇൻകോർപ്പറേറ്റ് ചെയ്തതിനെല്ലാം ഇത് പറയാം, നമുക്ക് കമ്പനി എന്ന് പറയാം. അപ്പോൾ അതിലൊരു ഡെഫിനേഷൻ പഠിക്കുക. കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് പോകുക. കാരണം ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും എസ്സേ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ കമ്പനിയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കൈൻഡ്സ് ഓഫ് കമ്പനീസ്. കമ്പനീസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. കമ്പനീസിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ അതിൽ തന്നെ നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2 മാർക്സിൻ്റെ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അപ്പോൾ ലയബിലിറ്റിയുടെ ബേസിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് മാത്രം ചോദിക്കാം. അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ്റെ ബേസിൽ കമ്പനിയുടെ അതായത് ഏതൊക്കെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഇൻകോർപ്പറേഷൻ്റെ ബേസിൽ, രണ്ടാമത്തെ ലയബിലിറ്റിയുടെ ബേസിൽ, മൂന്നാമത്തത് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിൽ, നാലാമത്തെ ഓണർഷിപ്പിൻ്റെ ബേസിൽ, അഞ്ചാമത്തത് കൺട്രോൾ ആൻഡ് ലാസ്റ്റ് വൺ ആറാമത്തെ ഓൺ ദ ബേസിസ് ഓഫ് നാഷണാലിറ്റിയുടെ ബേസിൽ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നിച്ച് എസ്സേ ആയിട്ടും വരാം, അതേപോലെ തന്നെ 2 മാർക്കിനും ചോദിക്കാം. പിന്നെ ചോദിക്കാവുന്ന 6 മാർക്കിൻ്റെ ആ സെക്ഷൻ ബിയിലും ഇത് ചോദിക്കാം. ഏതെങ്കിലും ഒരു ഹെഡിങ് വൈസ് മാത്രമായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി അതിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു എന്താണ് പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ പബ്ലിക് കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണുള്ളത്. അപ്പോൾ അത് നോട്ട് ചെയ്തോളാം. ഈ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി 11 പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് മാത്രം വരുന്ന പ്രിവിലേജുകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്യാം. പിന്നെ ഓണർഷിപ്പിന്റെ ബേസ് വരുമ്പോഴുള്ള ഹോൾഡിംഗ് കമ്പനി 2 മാർക്സിന് ചോദ്യം വരാം. എന്താണ് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി എന്താണ് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫങ്ക്ട് കമ്പനീസ്, ഡോർമെന്റ് കമ്പനി 2 മാർക്സിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. എന്താണ് ഡീഫങ്ക്ട്, അതായത് ഫങ്ഷൻ ചെയ്യാത്തത്. കമ്പനി ഈസ് നോട്ട് ക്യാരിങ് എനി ബിസിനസ്, ഇൻകോർപ്പറേഷൻ ഒക്കെ ചെയ്തോ എന്നിട്ടും ഒരു operation for a period of 2 immediately preceding financial years and has not been made application within such period obtaining the status of a dormant company. അപ്പോൾ കമ്പനി അത് ഫെയിൽ ആവുക ടു കമൻസ് ഇസ് ബിസിനസ് വിതിൻ 1 year ഓഫ് ഇറ്റ്സ് ഏറ്റവും എളുപ്പം പഠിക്കുകയാണെന്ന് വെച്ചാൽ ഇൻകോർപ്പറേഷൻ ആണല്ലോ ആദ്യം കിട്ടേണ്ടത്. ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടും 1 വർഷത്തിനുള്ളിൽ കമ്പനി കമൻസ് ചെയ്യാത്ത എല്ലാ കമ്പനിയും ഡീഫങ്ക്ട് കമ്പനി എന്നാണ് പറയുക. ഓക്കെ, ഡോർമെന്റ് കമ്പനി വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡോർമെന്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി വിച്ച് ഈസ് നോട്ട് ആക്റ്റീവ്. ഇവിടെ ഇൻകോർപ്പറേഷനും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ഇവിടെ എന്തല്ല, കമ്പനി പ്രവർത്തനരഹിതമാണ്. അതാണ് ഈ ഒരു ഇനാക്റ്റീവ് കമ്പനീനെയാണ് ഡോർമെന്റ് കമ്പനി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തായിരുന്നു. കോർപ്പറേറ്റ് വീല് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ജൂറിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂല് പറയാന്ന് വെച്ചാൽ കമ്പനി നമുക്കറിയാലോ അതിന്റെ മെമ്പേഴ്സിൽ നിന്ന് വ്യത്യസ്തനാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണാലിറ്റി കമ്പനിക്ക് ഉണ്ട്. ഒരു ലീഗൽ പേഴ്സൺ ആണ് കമ്പനി എന്ന് പറയുന്നത്. ദിസ് റെക്കഗ്നീഷൻ ഓഫ് ദ കമ്പനി ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ലയബിൾ ഫോർ ഇറ്റ്സ് ഓൺ ആക്ട്സ് ആൻഡ് ലയബിലിറ്റി. കമ്പനി ചെയ്യുന്ന എല്ലാ ആക്ടിനും അതിന്റെ ലയബിലിറ്റിക്കും കമ്പനി ഉത്തരവാദിയാണ്, അല്ലാണ്ട് മെമ്പേഴ്സ് അല്ല. ഇത് തന്നെയാണ് ഈസ് നോൺ ആസ് കോർപ്പറേറ്റ് വീൽ. അപ്പോൾ ഇത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്, പലപ്പോഴും റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ദ റെക്കഗ്നീഷൻ ഓഫ് ദ കമ്പനി ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഒരു പ്രത്യേക ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് കമ്പനിയെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന പ്രവൃത്തിയുടെ എല്ലാം ലയബിലിറ്റി അതിന് കിട്ടുന്നതായിരിക്കും. ഇതിനെയാണ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതേപോലെ തന്നെ ചോദിച്ച ഏതൊക്കെ കേസിലാണ് കമ്പനി
കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്ത് എന്നുള്ളത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതില് ആ ഒരു 2 കേസ് എന്ന് പറയുന്നത്, ഒന്ന് അണ്ടർ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോയിന്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കമ്പനി എപ്പോഴാണ് അത് ലിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതിൽ വരുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 6-7 പോയിന്റുകൾ വരുന്നുണ്ട്. രണ്ടാമത്തത് അണ്ടർ എക്സ്പ്രസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ പ്രകാരം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കോർപ്പറേറ്റ് വീൽ എന്നുള്ളതും അത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് കമ്പനി അതിന്റെ കോർപ്പറേറ്റ് വീലിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ. ഓക്കെ, അപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്, ഫീച്ചേഴ്സ്, എത്ര തരത്തിലുള്ള കമ്പനികളുണ്ട്, പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസും, പ്രൈവറ്റ് കമ്പനിയും കോർപ്പറേറ്റ് വീലും ലിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളതും, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ് കമ്പനി എന്തായാലും. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ചോദ്യം വരാറുള്ളത് പ്രൊമോഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് എ കമ്പനി പ്രൊമോട്ടർ? ആരെയാണ് കമ്പനി പ്രൊമോട്ടർ എന്ന് പറയുന്നത്? ഒരു ബിസിനസിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ ഫുൾ ടൈം ആയിട്ട് എൻഗേജ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അതൊരു ലീഗൽ ടേം ഒന്നും അല്ല. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനീനെ മുന്നിട്ട് കൊണ്ടുവരാൻ വേണ്ടി ആരൊക്കെയാണോ അതിനു വേണ്ടി അധ്വാനിക്കുന്നത് അവരെല്ലാം പ്രൊമോട്ടേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പ്രൊമോട്ടർ ആരാണെന്നുള്ളതും അതിന്റെ ടൈപ്സ് നോട്ട് ചെയ്ത് വെച്ചോളാം. ഒരു പ്രൊമോട്ടർ ഓഫ് ഫങ്ഷൻ, ഡ്യൂട്ടീസ്, അതേപോലെ തന്നെ ലയബിലിറ്റീസ്. അപ്പൊ ആ ഒരു പോയിന്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ നോക്കേണ്ടത് കമ്പനിയുടെ രജിസ്ട്രേഷൻ. ഇത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. കമ്പനിയുടെ പ്രോസസ്സ് എന്താണ്, രജിസ്ട്രേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രോസസ്സുകൾ വരുന്നത് ജസ്റ്റ് നോട്ട് ചെയ്യാം. എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് എന്നുള്ളത്. ഈ ഡോക്യുമെന്റുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ 2 മാർക്കിന് ചോദിക്കാം. എന്തിനാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്? ഇനി അതിൽ പഠിക്കേണ്ട ഒരു മെയിൻ പോയിന്റ്, ബാക്കിയൊന്നും ഞാൻ പറയുന്ന പോയിന്റുകൾ മാത്രം പഠിക്കാം. ഡോക്യുമെന്റ്സ് ഓഫ് കമ്പനീസ്, കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്. എസ് എ ക്വസ്റ്റ്യൻ, 2 മാർക്സ് ക്വസ്റ്റ്യൻ, 5 മാർക്സ് ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് വരുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ 2 മാർക്സിന് ചോദിക്കാം എന്താണെന്നുള്ളത്. അപ്പൊ അതില് മെമ്മോറാണ്ടത്തിൽ വരുന്നത് എന്താ വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കുറച്ച് ക്ലോസുകളുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടൻസ് ഓഫ് മെമ്മോറാണ്ടം. ഈ കണ്ടൻസിൽ നമുക്ക് പ്രധാനമായിട്ട് 6 ക്ലോസാണ് ഉള്ളത്. ഇതിലത്തെ ഓരോ ക്ലോസും 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ രജിസ്റ്റേർഡ് ക്ലോസ് എന്താണ്, അതേപോലെ ഒബ്ജക്റ്റ് ക്ലോസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു ക്ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊന്ന് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ മെമ്മോറാണ്ടവും ആ ക്ലോസുകളും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. അതിനുശേഷം അടുത്തത് പഠിക്കേണ്ടത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നുള്ളതും അതിന്റെ കണ്ടൻസും, ആർട്ടിക്കിൾസിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ട് എന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത്രമാത്രം അവിടെ നോക്കിയാൽ മതി. ഇനി പഠിക്കേണ്ടതാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ. അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യം വരാൻ കൂടുതൽ സാധ്യത ഉള്ളത്. മെമ്മോറാണ്ടം എന്താ പഠിക്കുക, ആർട്ടിക്കിൾ എന്താന്ന് പഠിക്കുക, ഡിഫറൻസ് പഠിക്കുക. അതേപോലെ തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് വരാനുള്ള ഈ 2 പോയിന്റുകളാണ്. വാട്ട് ഈസ് ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സ്? എന്തിനാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സ്? അൾട്രാവയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എനി ആക്ട് ഡൺ ബൈ കോൺട്രറി ഓർ ദ എക്സസ് ഓഫ് ദ സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റി ഓഫ് കമ്പനി. കമ്പനിക്ക് നിലവിൽ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യരുത് എന്നുള്ളത്. അപ്പൊ അതിൽ കവിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ തന്നെയാണ് അൾട്രാവയേഴ്സ് എന്ന് പറയുന്നത്. അൾട്രാവയേഴ്സ് ഓഫ് ദ കമ്പനി എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ പിന്നെ വരാം കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മോറാണ്ടം, അതേപോലെ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഇൻഡോർ മാനേജ്മെന്റ് എന്താണെന്നുള്ളത്, അതായത് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവിന്റെ എക്സെപ്ഷൻ കേസാണ് ഇൻഡോർ മാനേജ്മെന്റ്. അപ്പൊ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്തിനാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. 2 മാർക്സിനും ചോദിച്ചു, 5 മാർക്സിനും അത് എസ്സേയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. എന്താണ് പ്രോസ്പെക്ടസ്? ആ പ്രോസ്പെക്ടസിന്റെ ഡെഫിനേഷൻ നിർബന്ധമായി പഠിക്കുക. ഇനി ഇതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിഫറെന്റ് ടൈപ്സ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതില് പ്രോസ്പെക്ടസ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ സെക്യൂരിറ്റീസ് ഓർ ക്ലാസ് ഓഫ് സെക്യൂരിറ്റി ഇൻക്ലൂഡഡ് therein are issued for subscription in one or more issues over a certain period without the issue of a further prospectus. ഒരിക്കൽ നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും എത്ര സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്യൂ ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം വരും. ഇനി ഒരു ഫർദർ പ്രോസ്പെക്ടസ് ആവശ്യമില്ലാതെ തന്നെ
ആ ഒരു പീരീഡിൽ അവർക്ക് വേണമെങ്കിൽ രണ്ടാമത് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇനി ഇതാണ് അടുത്ത 2 മാർക്കിന് ചോദിച്ചത്. വാട്ട് ഈസ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്? ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടാവില്ല ഇതിനെക്കുറിച്ച്. കമ്പനി എത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളതും ഏത് പ്രൈസിനാണ് ഇഷ്യൂ ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ഇല്ലാത്ത പ്രോസ്പെക്ടസിനെയാണ് റെഡ് ഹെറിംഗ് എന്ന് പറയുന്നത്. ഇത് 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇനി ഷെൽഫ് പ്രോസ്പെക്ടസും അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെമ്മോറാണ്ടം കണ്ടെയ്നിങ് സച്ച് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രോസ്പെക്ടസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ബൈ മേക്കിംഗ് റെഗുലേഷൻസ് ഓൺ ദിസ് ബിഹാഫ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് പറയുന്ന സ്പെസിഫിക്കേഷനോട് കൂടിയിട്ട് പ്രോസ്പെക്ടസ് ഇറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ടെങ്കിൽ അതിനാണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സാധ്യതയുള്ള പോയിന്റുകളാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ലീവ് ഓഫ് പ്രോസ്പെക്ടസ്, അതായത് പ്രോസ്പെക്ടസിന് പകരമായിട്ട് ബദലായിട്ട് ചെയ്യാവുന്ന. ഇനി നെക്സ്റ്റ് അതിൽ ജസ്റ്റ് എന്താണെന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു മിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ്. മിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ് ഇത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ മിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസ്പെക്ടസിൽ വരുന്ന സ്റ്റേറ്റ്മെന്റിൽ അത് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇൻഫർമേഷൻസ് മിസ്ലീഡ് ചെയ്യുന്നതോ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് മിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അത് വന്നുള്ള ലയബിലിറ്റി കാര്യങ്ങൾ അത്ര തന്നെ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിൽ. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എന്താണ് ഷെയർ, എന്താണ് സ്റ്റോക്ക് ഡിഫറൻസ് നോട്ട് ചെയ്തോളുക. ഇത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ, എത്ര തരത്തിലുള്ള ക്യാപിറ്റൽ ഉണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെയാണ് നമുക്കിതിൽ പറയാൻ പറ്റുന്നത്. പോയിന്റുകൾ ഏതൊക്കെയാണ്. ഇനി കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് എസ്എ ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ്? ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ധാരാളം ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. എന്താണ് ഇക്വിറ്റി ഷെയർ എന്ന് ചോദിക്കുക, അതിൻ്റെ ബെനിഫിറ്റുകൾ ചോദിക്കുക, മെറിറ്റ്, പ്രിഫറൻസ് ഷെയർ എന്താണെന്നുള്ള ചോദ്യം വരാം. ഇനി ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ മൊത്തത്തിൽ കൈൻഡ്സ് ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് കാണിച്ചിട്ട് ഇക്വിറ്റിയുടെ ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്താണെന്നുള്ളതും ഈ ഒരു ക്ലാസിഫിക്കേഷൻസ്, അതായത് പ്രധാനമായിട്ടും 4 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. 8 പോയിന്റ് വരുന്നുണ്ട്. ഇപ്പോൾ ക്യുമുലേറ്റീവ് ആണെങ്കിൽ നോൺ ക്യുമുലേറ്റീവ്, പാർട്ടിസിപ്പേറ്റിംഗ് ആണെങ്കിൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, കൺവേർട്ടബിൾ ആണെങ്കിൽ നോൺ കൺവേർട്ടബിൾ, റെഡീമബിൾ, ഇറഡീമബിൾ, അങ്ങനെയാണ് 8 പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്സിന് ചോദിക്കുക. അതിൻ്റെയൊക്കെ മെറിറ്റും ഡിമെറിറ്റും നോട്ട് ചെയ്തോളുക. പിന്നെ പ്രൊസീജിയേഴ്സ്, ഇനി വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇസോപ്പ് എന്താണെന്നുള്ളത്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാന്. ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേര് തന്നെ ഉണ്ട്, എംപ്ലോയീസിന് ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ മീൻസ് ദ ഓപ്ഷൻ ഗിവൺ ടു ദ ഡയറക്ടേഴ്സ്, ഓഫീസേഴ്സ് ഓർ എംപ്ലോയീസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പോസ്റ്റിലുള്ള ആളുകൾക്കും ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓർ ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി ഓർ സബ്സിഡി കമ്പനി ഓർ കമ്പനീസ് ഇഫ് എനി which gives such directors, officers or employees the benefit or right to purchase or to subscribe for the shares of the company at the future date at a predetermined price. ഇതാണ് അതിൽ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. അതായത് വരും ദിവസങ്ങളിൽ മുൻകൂട്ടി തന്നെ ഒരു വില നിശ്ചയിച്ചുകൊണ്ടും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടും കമ്പനിയുടെ ഷെയർസിനെ പർച്ചേസ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ആർക്ക് കൊടുക്കുന്ന അവസരം? അവിടുത്തെ ഡയറക്ടേഴ്സിനും ഓഫീസേഴ്സിനും എംപ്ലോയീസിനും ഒക്കെ കൊടുക്കുന്ന ഒരു അവസരത്തിനാണ് എന്ത് പറയുന്നത്? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ആ ഇസോപ്പുമായി ബന്ധപ്പെട്ട ജസ്റ്റ് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ചോദിക്കാറുള്ളതാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഇസോപ്പും ഉണ്ട്, ഇസോസും ഉണ്ട്. അപ്പോൾ എംപ്ലോയീസ് രണ്ടാണെങ്കിലും നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ, 2 കാര്യങ്ങളും. പിന്നെ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻ്റർനാഷണൽ പ്രോസസ്സാണ്. ഇവിടെ കളക്ടിങ് ഓർഡർ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് ആസ് ലാർജ് ഇൻവെസ്റ്റേഴ്സ് ബേസ്ഡ് ഓൺ ഇൻഡിക്കേറ്റീവ് പ്രൈസ് റേഞ്ച്. അതായത് ഏത് കമ്പനിയാണോ ഇഷ്യൂ ചെയ്യുന്നത് അവർക്ക് ശരിക്കും ഷെയറിനൊരു പ്രൈസിങ് കൊടുക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് അവർ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സിനോടൊക്കെ കുറച്ച് പ്രൈസ് റേഞ്ച് മാത്രമേ കൊടുക്കുള്ളൂ. അതായത് ഇപ്പം
50-നും 100-നും ഇടയിൽ, അല്ലെങ്കിൽ 100-നും 500-നും ഇടയിൽ, അങ്ങനെ ഒരു റേഞ്ച് കൊടുത്തുകൊണ്ട് എത്ര രൂപയ്ക്കാണ് ഓരോരുത്തരും വാങ്ങാൻ റെഡി ആയിരിക്കുന്നത് എന്നുള്ളത് അവരുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. എന്നതിന് ശേഷമായിരിക്കും അവർ ഒരു ഫൈനൽ പ്രൈസിങ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അലോട്ട്മെന്റ് ഓഫ് ഷെയർ, ഇതൊക്കെ നമ്മൾ അക്കൗണ്ടിങ്ങിലൊക്കെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നതാണ്. ഇറഗുലർ അലോട്ട്മെന്റ് എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, വേറെ കാര്യമായിട്ട് നോക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് അണ്ടർ റൈറ്റിംഗ് എന്താണ്. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അണ്ടർ റൈറ്റിംഗ്. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഗ്യാരണ്ടി ചെയ്യാണ്, ഒരു ഓർഗനൈസേഷൻ ഗ്യാരണ്ടി ചെയ്യാണ്, നിങ്ങൾ പുറമേ കൊടുക്കാനുള്ള ഷെയറും ഡിബഞ്ചറും ഒക്കെ കൊടുത്തോളൂ, അവിടെ ആരെങ്കിലും വാങ്ങിയിട്ടില്ലെങ്കിൽ ബാക്കി ഞങ്ങൾ വാങ്ങിക്കോളാം എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടിയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ കമ്മീഷൻ കൊടുക്കും, ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരും, അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി. ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പനിയുടെ നെയിം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒഫീഷ്യൽ ലിസ്റ്റിൽ വരിക, അല്ലെങ്കിൽ ആ ഒഫീഷ്യൽ ലിസ്റ്റിൽ നമ്മുടെ കമ്പനിയുടെ നെയിമും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ആ പ്രോസസ്സ് തന്നെയാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ട്, അത് പഠിച്ചോളുക. ലിസ്റ്റിംഗ് എന്താണെന്നുള്ളതും അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് നോട്ട് ചെയ്യാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ തന്നെയാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. ആർക്കൊക്കെയാണ്, ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ഡിസ്കൗണ്ടിനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. കാരണം അവർ അതർ ദാൻ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ക്യാഷ് കൊടുക്കാതെ പകരം കുറച്ച് വില കുറച്ചുകൊണ്ട് അവരെ ഷെയർസൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കമ്പനിയുടെ പല കാര്യങ്ങളിലും അവർക്കുള്ള ഒരു റൈറ്റ് ഒന്നുകൂടി ഉറപ്പിക്കുന്നൊരു സിസ്റ്റമാണ് സ്വെറ്റ് ഇക്വിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആകുമ്പം ഫ്യൂച്ചർ ഡേറ്റിലും ഫിക്സഡ് പ്രൈസിലും പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിലും അവർക്ക് ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇവിടെ ഡിസ്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്നുള്ള ലെവലിലാണ് നമ്മളിവിടെ സ്വെറ്റ് ഇക്വിറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു ഷെയർ ആണ് ബോണസ് ഷെയർ. ബോണസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കമ്പനിക്ക് ഒരുപാട് റിസർവുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ആ സമയത്ത് അത് ക്യാഷായി കൊടുക്കുന്നതിന് പകരം ബോണസ് ഷെയർ ആയിട്ട് ആണ് അവർ എംപ്ലോയീസ് കൊടുക്കുന്നുണ്ടാവുക. ദെർഫോർ ബോണസ് ഇഷ്യൂ കനോട്ട് ബി മെയ്ഡ് വെദർ ദർ ഈസ് നോ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് ഓർ റിസർവ് ഇൻ ദ കമ്പനി. അപ്പോൾ അതൊരിക്കലും എവിടുന്ന് ചെയ്യില്ല, നോ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ റിസർവ് ഓഫ് ദ കമ്പനി. അതായത് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കേണ്ട സമയത്ത് ക്യാഷായി കൊടുക്കുന്നതിന് പകരം കമ്പനി എന്ത് ചെയ്യും, ഷെയർ ആയിട്ട് കൊടുക്കുക. ഇതാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ഫോർ ഫീച്ചർ. എന്തിനാ ഫോർ ഫീച്ചർ എന്ന് പറയുന്നത്, കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അതിന് കോൾ മണി അലോട്ട്മെന്റ് ഒക്കെ വിളിക്കുന്ന സമയത്ത് പൈസ അടയ്ക്കണം. അത് അടയ്ക്കാതെ അതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ കമ്പനി തന്നെ നിർബന്ധമായിട്ടും ആ ഷെയർ തിരിച്ചു പിടിക്കും. ഇതിനെയാണ് ഫോർ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും ഷെയർ സർട്ടിഫിക്കറ്റിന്റെ കണ്ടന്റ്സ് എന്താണെന്നുള്ളതും ഷെയർ വാറണ്ട് എന്താണെന്നുള്ളതൊക്കെ 2 മാർക്സിന് അവിടെ നമുക്ക് ചോദ്യം വരാം. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി നോക്കാം ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള, ബ്ലാങ്ക് ട്രാൻസ്ഫർ, ഫോർജറി ട്രാൻസ്ഫർ, ഇത് കുറേ കാര്യങ്ങൾ പറയാം. ഇനി ട്രാൻസാക്ഷനും ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസും വരുന്നുണ്ട്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡർ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവകാശം സ്വമേധയാ നിയമപ്രകാരം ആർക്ക് പോവും, അതിന് നോമിനിക്ക് പോവും. അത് മരണം സംഭവിക്കുമ്പോഴൊക്കെയാണ്, ഒരു സോൾ ഹോൾഡറുടെയോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡറുടെ മരണം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ അൺസൗണ്ട് മൈൻഡ് ആവുക, ഒഫീഷ്യലായിട്ട് നമ്മൾ ഒരാളെ അസൈൻ ചെയ്ത് വയ്ക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെയാണ് അത് നിയമപ്രകാരം അവരിലേക്ക് അവകാശം പോകുന്നതിന് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം തന്നെ ഒരാളുടെ പേരിലേക്ക് അവരെ താല്പര്യത്തോടെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ലീൻ ഓൺ ഷെയർസ്. ലീൻ പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് എ കമ്പനി ടു റീറ്റെയിൻ ദ ഷെയർസ് ഈവൻ ദ ഡിവിഡൻസ് പേയബിൾ ദെർ ഓൺ ബിലോങ്ങിങ് ടു ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഷെയർ ഹോൾഡർ ഇപ്പോഴും പലതും പൈസ അടയ്ക്കാൻ പറഞ്ഞിട്ടും അടയ്ക്കാതെ നിൽക്കുന്ന സമയത്തും കമ്പനിക്ക് അത് പിടിച്ചെടുക്കാനുള്ള അധികാരം. ലീൻ ഓൺ ഷെയർസ് ഈസ് ദ റൈറ്റ് ഓഫ് എ കമ്പനി ടു റീറ്റെയിൻ ദ ഷെയർസ്. ആ ഷെയർസ് റീറ്റെയിൻ ചെയ്യാനുള്ള അധികാരം കമ്പനിയിൽ ഉണ്ടാവുന്നതിനാണ് ലീൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. പിന്നെ ആരെയാണ് ഷെയർ ഹോൾഡേഴ്സ് മെമ്പർ എന്ന് പറയുന്നത്, ആരൊക്കെ മെമ്പർ ആവാം, മൈനർ ആവാം, കമ്പനി ആവാം, ഫോറിനർ ആവാം, പാർട്ണർഷിപ്പ് ഫേം ആവാം, ട്രേഡ് യൂണിയൻ ആവാം, ഇവരൊക്കെയാണ് ഇതിൽ. ഇനി വരുന്നൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡീമെറ്റീരിയലൈസേഷനും റീമെറ്റീരിയലൈസേഷനും. ഡീമെറ്റീരിയലൈസേഷൻ പറഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് ആണ്. ഡിമാറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പം എല്ലാറ്റിനും നമ്മൾ നമ്മുടെ ഷെയർ സർട്ടിഫിക്കറ്റിനെയൊക്കെ സാധാരണ നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി അത് ഒരു റെസീറ്റ് പോലെ കാണാൻ പറ്റും.
ഇന്ന ആൾക്ക് ഇത്ര രൂപയുടെ ഷെയർ ഇന്ന ഡേറ്റിന് ഇത്ര രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയതാണ് ഷെയർ സർട്ടിഫിക്കറ്റ്. അത് നമുക്ക് പേപ്പറിലായിട്ട് തന്നെ പ്രിൻ്റ് ഔട്ട് കിട്ടുന്ന പോലെ തന്നെ എടുത്തു വെക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ ഡിമാറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അങ്ങനെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. പകരം അതിനെന്താ ഇലക്ട്രോണിക് ഫോമിലായിരിക്കും. ഒരു നമ്പറൊക്കെ എടുത്ത് നമ്മൾ ആ നമ്പർ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിസിബിളാണ്, കാണാൻ പറ്റും. ഇത് ഡീമെറ്റീരിയലൈസേഷൻ പറയുന്നത് അതാണ്. ഇനി ഇങ്ങനെയുള്ളൊരു കാര്യത്തിനെ തിരിച്ച് വീണ്ടും ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിനെയാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എല്ലാവരും കേട്ട് പരിചയമുണ്ടാവും. ഡിമാറ്റ് അക്കൗണ്ട് പറഞ്ഞാൽ നമ്മളെല്ലാം ഫിസിക്കലിൽ നിന്ന് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റാം. തിരിച്ച് ഇലക്ട്രോണിക് ടു ഫിസിക്കൽ ഫോമാണ് റീമെറ്റീരിയലൈസേഷൻ. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ. എന്താണ് ഈ രണ്ടെണ്ണത്തിൻ്റെയും പ്രീറിക്വിസിറ്റ്സും അഡ്വാൻറ്റേജസും ഒക്കെ നോക്കുക. നെക്സ്റ്റ് വരുന്നതാണ് വാട്ട് ഈസ് ഡെപ്പോസിറ്ററി സിസ്റ്റം. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഡെപ്പോസിറ്ററി എന്താണെന്നുള്ളത്. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ ആ ടോപ്പിക് ഇവിടെ വന്നിട്ടുണ്ട് റീമെറ്റീരിയലൈസേഷൻ. അപ്പോൾ അതിനെ ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റി അതിൻ്റെ ഫീച്ചേഴ്സ് കേട്ടോ. റീമെറ്റീരിയലൈസേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്താണെന്നുള്ളത് 2 മാർക്സിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് ബൈബാക്ക് എന്ന് പറയുക എന്നുള്ളത്. ഒരിക്കൽ നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയറിനെ നമ്മളിനെ തിരിച്ച് വാങ്ങുന്നൊരു സിസ്റ്റമാണ് ബൈബാക്ക് എന്ന് പറയുന്നത്. ഇനി സോൾവൻസി റിട്ടേൺ ബൈബാക്ക്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. 4ാമത്തെ ചാപ്റ്റർ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി. കമ്പനിയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോർഡ് ആൻഡ് ഗവേണൻസ്. ഇതിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻ. ആരാണ് ഡയറക്ടർ, ഡയറക്ടറുടെ ക്വാളിഫിക്കേഷൻസ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ജസ്റ്റ് അപ്പോയിൻമെൻറ്റും റിമൂവലും എങ്ങനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാം, എങ്ങനെ റിമൂവ് ചെയ്യാം, അതൊക്കെ ഒന്ന് വായിച്ച് വയ്ക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്പർ ഓഫ് റിട്ടയർമെൻറ്റും, അതായത് എങ്ങനെയൊക്കെയാണ് ഒരു ഡയറക്ടറെ നമ്മൾ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതും പിന്നെ റിമൂവ് ചെയ്യേണ്ടതും ഏതൊക്കെ സാഹചര്യത്തിലാണ്, എൻ്റെ വെക്കേഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ്, എന്താണ് റെസിഗ്നേഷൻ, അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക എന്ന് മാത്രം. പിന്നെ ഈ ഒരു നമ്പർ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്താണെന്നൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സ്, അതേപോലെ തന്നെ ഡ്യൂട്ടീസ്. ഇതാണ് ഈ ചാപ്റ്ററിൽ നന്നായിട്ട് പഠിക്കേണ്ടത്. പവേഴ്സ്, ഡ്യൂട്ടീസ്, അത് 2 തരമുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഉണ്ട്, അതേപോലെ ജനറൽ ഡ്യൂട്ടീസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നന്നായി പഠിക്കുക. ഡയറക്ടറുടെ റൈറ്റ്, അപ്പോൾ ഡയറക്ടറും ഡയറക്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക. ഡയറക്ടറുടെ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഇതൊക്കെ 5 മാർക്കിനും ചോദിക്കാം, എസ്സേ ആയിട്ടും ചോദിക്കാം. ഓക്കെ, ലയബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇതിൽ മെയിനായിട്ട് അതാണ് വരുന്നത്. മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്നത് വെറും ഡയറക്ടർ എന്താണെന്നും മാനേജിങ് ഡയറക്ടർ എന്താണെന്നുള്ളതും ഒക്കെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പഠിക്കുക. ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറയുന്ന ആരെയാണ്, അതിൻ്റെ ഡിഫറൻസുകളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അത്രയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ. അവർ ഡ്യൂട്ടി, പവേഴ്സ്, ലയബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്? അതായത് എ സെറ്റ് ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് വിച്ച് എൻഷുവേഴ്സ് ദ കമ്പനി ഈസ് ഗവേൺഡ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കമ്പനിയുടെ പ്രവർത്തനത്തിന് കാരണമായി നിൽക്കുന്ന ആളുകൾ അല്ലേ, അവരുടെയൊക്കെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാ നിയമവും പാലിച്ചുകൊണ്ടാണ് കമ്പനി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളൊരു പ്രോസസ്സിനെ തന്നെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് 2 മാർക്സിന്. അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് നോട്ട് ചെയ്തോളാം. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് വരുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നോട്ട് ചെയ്തോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തൊരു ടോപ്പിക്കാണ് CSR എന്താ, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് CSR, അതിൻ്റെ ഫങ്ഷൻസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് സെബി. ഇതെല്ലാം ചോദ്യം വന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ഊന്നി പറയുന്നത്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതിൻ്റെ റീസൺസ് സെബി ഉണ്ടാവാനുള്ളതും മെയിനായിട്ട് സെബിയുടെ പവേഴ്സ്, ഫങ്ഷൻസ് ഇതൊക്കെ വന്ന എസ്സേ ക്വസ്റ്റ്യൻ ആണ്. സെബി എന്താണെന്നുള്ളതും അതിൻ്റെ പവേഴ്സും ഫങ്ഷൻസും നോട്ട് ചെയ്തോളുക. ഓക്കെ, സെബിയുടെ ഒബ്ജക്റ്റീവ്സ്, പവേഴ്സ്, ഫങ്ഷൻസ്. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് SAT വന്ന ക്വസ്റ്റ്യൻ ആണ്. സെക്യൂരിറ്റീസ് അപ്ലൈ ട്രിബ്യൂണൽ, അതായത് ഷെയർ ഹോൾഡേഴ്സ് എന്തെങ്കിലും ഗ്രീവൻസ് വന്നു കഴിഞ്ഞാൽ
അവർക്ക് അതിൻ്റെയും മുകളിലുള്ള കോടതിയെ സമീപിക്കാനുള്ള അവരുടെ അവകാശം അല്ലേ, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള അപ്പെക്സ് അതോറിറ്റിയാണ് ഗ്രീവൻസ് റിഡ്രസലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഏജൻസിയാണ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. കാരണം സെബിയുടെ ഉത്തരവാദിത്തം എന്താ, അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ അർത്ഥത്തിലും. പക്ഷെ അത് ചിലപ്പോൾ ഒക്കെ ഇതിൽ വീഴ്ചകൾ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതുമൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അതിൻ്റെയും മുകളിലുള്ള അതോറിറ്റീനെ നമുക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് ആണ്. ദർ ഈസ് എ സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ വിച്ച് ഈസ് ദ 3 members ട്രിബ്യൂണൽ. 3 മെമ്പേഴ്സാണ് ഇതിലുള്ളത്. സെക്കൻഡ് അപ്പീൽ ലൈസ് ഡയറക്ട്ലി ടു ദ, ഇനിയൊരു അപ്പീൽ വരികയാണെന്ന് വെച്ചാൽ പിന്നെ ഡയറക്റ്റ് സുപ്രീം കോർട്ടിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2-3 വട്ടം ചോദിച്ചിട്ടുണ്ട് SAT എന്താണെന്നുള്ളതും അതിൻ്റെ പവേഴ്സും അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ. ഓക്കെ, കോമ്പോസിഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ അത് നിർബന്ധമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് സാറ്റ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഇനി 5ാമത്തെ ചാപ്റ്ററിൽ കമ്പനി മീറ്റിങ്ങിലാണ്. കമ്പനി മീറ്റിങ്ങിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. എത്ര തരത്തിലുള്ള കമ്പനി മീറ്റിംഗ് ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. കൈൻഡ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്, ഡയറക്ടർമാരുമായിട്ടുള്ളത്, ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഈ 4-5 ആളുകളായിട്ടാണ് 4 ആളുകളായിട്ടുള്ള മീറ്റിങ്ങുകളാണ്. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് എന്താണ് അജണ്ട, എന്താണ് ക്വാറം, ആ കാര്യങ്ങൾ നോക്കുക. എന്താണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില പ്രമേയം പാസ്സാക്കിക്കൊണ്ട് തീരുമാനം എടുക്കുക, അതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കും, അതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്താണ്. ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ സെക്രട്ടറിയുടെ ഡ്യൂട്ടി അത് 3 സ്റ്റേജായിട്ട്. ഒന്ന് ആ മീറ്റിങ്ങിന് മുന്നേ ഡ്യൂട്ടി ഉണ്ട്, ഒന്ന് മീറ്റിങ്ങിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ആഫ്റ്റർ ദ മീറ്റിംഗ്. ഇത് 3 സെക്രട്ടറിയാണ്. ഇനി 2 മാർക്സിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം തന്നെ കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വർഷത്തിൽ ഇത്ര മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ 6 മാസത്തിൽ 2 മീറ്റിങ്ങുകൾ നടത്തണമെന്ന്. അതായത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ പബ്ലിക് കമ്പനി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഈസ് ഹെൽഡ് വൺസ് ഇൻ ദ ലൈഫ് ടൈം ഓഫ് എ കമ്പനി. കമ്പനിയുടെ ജീവിത ചരിത്രത്തിൽ തന്നെ ഒരു തവണ നടത്തുന്നതും ആദ്യമായി നടത്തുന്നതായിട്ടുള്ള മീറ്റിംഗ് ആണ്. എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആൻഡ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ നീഡ് നോട്ട് ഹോൾഡ് എ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. അപ്പോൾ ഇത് ആർക്കും മാത്രമേ ഉള്ളൂ, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് മാത്രമുള്ള മീറ്റിംഗ് ആണ് ഇത് വരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹെൽഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, വിത്തിൻ ദ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 1 month ആൻഡ് നോട്ട് മോർ ദാൻ, അതായത് എന്നാണോ കമ്പനി ബിസിനസ് തുടങ്ങി കമൻസ് ചെയ്തത് അത് മുതൽ 1 മാസം മുതൽ 6 മാസത്തിനുള്ളിൽ നടത്തേണ്ട ഒരു മീറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ഉണ്ടാവും. ആ റിപ്പോർട്ടിൽ എന്തൊക്കെ കണ്ടന്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങും പിന്നെ ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത്രമാത്രം അവിടെ നോക്കുക. സെക്രട്ടറിയുടെ ഡ്യൂട്ടി, പിന്നെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ജസ്റ്റ് ഈ ക്ലാസ് മീറ്റിംഗ് എന്താണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും വെറുതെ ഒന്ന് വായിച്ചു വെക്കുക. അത് നമുക്ക് ഇനി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് കോറം. കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് വാലിഡ് മീറ്റിംഗ് ആവണമെങ്കിൽ അവിടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇത്ര പേരെങ്കിലും പ്രസന്റ് ആയിരിക്കണം എന്ന് പറയും. കോറം എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് ദ മെമ്പേഴ്സ് ഹു മസ്റ്റ് ബി പ്രസന്റ് ഇൻ ദ മീറ്റിംഗ് ഫോർ വാലിഡിറ്റി ഓഫ് ദ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ ആ മൊത്തത്തിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരിൽ ഇത്ര പേരെങ്കിലും പ്രസന്റ് ആയാൽ മാത്രമാണ് കോറം തികയുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കും. ഇനി ഡ്യൂട്ടീസ് വേണമെങ്കിൽ ചെയർമാൻ ആരാണെന്നുള്ളതും അതിൻ്റെ ഡ്യൂട്ടീസും ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. ഇനി വന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് പ്രോക്സി. എന്താ പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്, വോട്ട് ചെയ്യേണ്ട ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. വോട്ടിംഗ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിന് പകരമായിട്ട് ഒരാളെ ഓതറൈസ്ഡ് ഏജന്റിനെ ഏൽപ്പിക്കുക. ആ വ്യക്തിനെയാണ് പ്രോക്സി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെമ്പർ എൻറ്റൈറ്റിൽഡ് ടു അറ്റൻഡ് ആൻഡ് വോട്ട് അറ്റ് മീറ്റിംഗ് മേ വോട്ട് ഐദർ ഇൻ ദ പേഴ്സൺ ഓർ ബൈ പ്രോക്സി. ചില തീരുമാനങ്ങളിൽ നേരിട്ട് നമ്മൾ പങ്കെടുക്കേണ്ടതോ വോട്ട് ചെയ്യേണ്ടതോ ഒക്കെ ആയിട്ടില്ലെങ്കിൽ ആ ഒരു അധികാരത്തിന് നമ്മൾ വേറൊരാളിലേക്ക് കൊടുക്കുക. അപ്പോൾ പ്രോക്സി ഒരു ഇൻസ്ട്രുമെന്റ് അപ്പോയിന്റിങ് എ പേഴ്സൺ ആസ് പ്രോക്സി, ഒരു വ്യക്തിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണം പ്രോക്സി ആയിട്ട് കേട്ടോ. അത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 2 മാർക്ക് ചോദിച്ചത് റെസൊല്യൂഷൻ എന്താന്നുള്ളത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഇമ്പോർട്ടൻ്റ് ആണ് ഓർഡിനറി റെസൊല്യൂഷൻ അതുപോലെ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഇത് രണ്ടും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസ് പഠിച്ചാലും മതി. ഈ ഡിഫറൻസ് പഠിക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി റെസൊല്യൂഷൻ ആൻഡ്
സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഇനി വരുന്ന 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മോഷൻസ് ആൻഡ് റെസൊല്യൂഷൻസ്. എന്തിനാണ് മോഷൻ എന്ന് പറയുന്നത്? ഓൾ മാറ്റേഴ്സ് ഫോർ ഡിസിഷൻ ബിഫോർ ദ മീറ്റിംഗ് ഓഫ് എ കമ്പനി ആർ പ്ലേസ്ഡ് ഇൻ ദ ഫോം ഓഫ് പ്രപ്പോസൽ കോൾഡ് മോഷൻ. ഒരു കമ്പനിയുടെ മീറ്റിംഗ് കൂടുന്നതിന് മുന്നേ തന്നെ അവിടെ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നമ്മൾ അതിന് മുന്നേ തന്നെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, കൊടുക്കുകയാണെങ്കിൽ, ഓൾ മാറ്റേഴ്സ് ഫോർ ഡിസിഷൻ, നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് മീറ്റിംഗ് വിളിച്ച് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ മീറ്റിംഗിന് മുൻപാകെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഒരു പ്രപ്പോസൽ ഫോമിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് മോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അതിലത്തെ മെമ്പേഴ്സാണ് മോഷൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രപ്പോസൽ കൊടുക്കുന്നത് കേട്ടോ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ്റെ വേറൊരു ഫോം തന്നെയാണ്, പക്ഷെ അവിടെ കുറച്ചുകൂടി ഫോർമൽ ആവുമ്പോൾ അത് റെസൊല്യൂഷനായി മാറി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസിൻ്റെ മുകളിലൊക്കെ നമ്മൾ എടുക്കുന്ന ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ കാര്യങ്ങളൊക്കെയാണ്, അതാണ് അവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് വരാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പനി സെക്രട്ടറി. ആരെയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്? അതായത് പ്രിൻസിപ്പൽ ഓഫീസറാണ്. ഒരു സെക്രട്ടറിയൽ മാനേജ്മെൻറ്റ് ഓഫ് ദ ബിസിനസ്സിന് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷനോ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വയ്ക്കുക. ഇത്രയാണ് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് റൈറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കമ്പനിയുടെ വൈൻഡിങ് അപ്പ്. കമ്പനി പ്രവർത്തനരഹിതമായി അടച്ചു പൂട്ടുന്ന അവസ്ഥയിലേക്ക് പോകുക, അതാണ് വൈൻഡപ്പ് ചെയ്യുക എന്ന് പറഞ്ഞത്. ഒന്ന് ട്രിബ്യൂണൽ വഴി അത് വൈൻഡപ്പ് ചെയ്യാം. 2 തരത്തിലാണ് കമ്പനീനെ വൈൻഡപ്പ് ചെയ്യുന്നത്. ഒന്ന് അവരുടെ എന്ത് പർപ്പസ് ആണോ ആ പർപ്പസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സ്വമേധയാ അത് വൈൻഡപ്പ് ചെയ്യാം. വോളണ്ടറി ആയിട്ടില്ലെങ്കിൽ അവിടെ മെമ്പേഴ്സ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യെങ്കിൽ അവർക്ക് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിയമപ്രകാരം നിയമം ഇടപെട്ടുകൊണ്ട് നിർബന്ധമായി ആ കമ്പനിയുടെ പ്രവർത്തനത്തിൽ വല്ല പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ കോടതിക്ക് ഇടപെട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ 2 തരത്തിൽ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്താണ് വൈൻഡിങ് അപ്പ്, അപ്പോൾ ട്രിബ്യൂണൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് വൈൻഡപ്പ് ചെയ്യുന്നുണ്ടാവുക, അങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്ന അങ്ങനെ വെച്ചാൽ ട്രിബ്യൂണലിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവിടെ ചോദിക്കും. ഇനി ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പനി ലിക്വിഡേറ്റർ. എംപ്ലോയീസിനൊക്കെ പിരിച്ചുവിടുക, വൈൻഡിങ് അപ്പ് കമ്മിറ്റി ഫോം ചെയ്യുക, കമ്പനിയുടെ ലിക്വിഡേറ്റർ റിപ്പോർട്ട് കൊടുക്കുക കോടതിക്ക്, പിന്നെ അതിൻ്റെ കസ്റ്റഡിയും സെറ്റിൽമെൻറ്റും ഇതൊക്കെ നോക്കുക. അപ്പോൾ കമ്പനി ലിക്വിഡേറ്റർ ആരാണെന്നുള്ളതും കോടതി അപ്പോയിൻ്റ് ചെയ്യുന്ന ആളിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി കോടതി അപ്പോയിൻ്റ് ചെയ്യുന്ന ആളെയാണ് കമ്പനി ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ കമ്പനി ലിക്വിഡേറ്ററിൻ്റെ പവേഴ്സും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തിനാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുക? കമ്പനിയുടെ ആ ഒരു ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വരുന്നതാണ് വോളണ്ടറി. അപ്പോൾ ഈ വൈൻഡിങ് അപ്പിൽ 2 തരത്തിലാണ്. നമുക്ക് ആ വൈൻഡിങ് അപ്പ് എന്തായാലും നന്നായി നോട്ട് ചെയ്ത് പോവുക കേട്ടോ. പിന്നെ ആ പ്രൊസീജിയർ, വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എത്ര പ്രൊസീജിയറിലൂടെയാണ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഒരു 10-11 പോയിന്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ആ ഒരു 11 പോയിന്റാണ് അവിടെ വരുന്നത്. ഇനി ലിക്വിഡേറ്റഡ് ലയബിലിറ്റി, പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനീനെ ഡിസൊല്യൂട്ട് ചെയ്യുക, അതായത് നിലവിൽ ആ കമ്പനി ഇല്ലാത്തൊരു അതിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ല, അല്ലെങ്കിൽ കംസ് ടു ആൻ എൻഡ്, ഒരു അവസാനത്തിലേക്ക് കൊണ്ടുവരിക, അതിനാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. കമ്പനിയുടെ നിലനിൽപ്പ് ഇല്ലാതെയാവുക. അതേപോലെ തന്നെ ലിക്വിഡേറ്റർ ലിക്വിഡേറ്ററിൻ്റെ ആ ഒരു എക്സിസ്റ്റൻസ് ഇല്ലാതെയാവുക, അങ്ങനെ ഒരു വർക്കും അവിടെ ക്യാരി ചെയ്യാതിരിക്കുക കമ്പനിയുടെ പേരിൽ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മെത്തേഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി എന്തൊക്കെ തരത്തിലുള്ളതാണെന്നുള്ളത്. ഈ ഒരു ട്രിബ്യൂണൽ ഒന്ന് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ജസ്റ്റ് ഒന്ന് നോക്കുക എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷനിൽ പ്രധാനമായിട്ടും ഓരോ ചാപ്റ്ററിനും നമ്മളൊന്ന് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് എടുക്കുക, നിങ്ങളെല്ലാവരും എടുത്തതിന് ശേഷം അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ക്ലാസ് വേണമെങ്കിൽ ക്ലാസ് കേൾക്കുക, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായി പഠിക്കുക. അതിനോടടുത്ത് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്ത് പോയാൽ ഈ എക്സാമും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാൻ പറ്റും.
അപ്പോൾ പറഞ്ഞ പോലെ നല്ല ക്ലാരിറ്റിയോട് കൂടി എഴുതുക, നല്ല സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ വലിച്ചു വാരി ഇതേപോലെ കൃത്യമായിട്ട് ഹെഡിങ്ങും കാര്യങ്ങളും കൊടുത്ത് നല്ല ഹാൻഡ് റൈറ്റോടുകൂടി പാരഗ്രാഫോട് കൂടിയൊക്കെ പോയിന്റ് ഹൈലൈറ്റിലൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൂടിയാണല്ലോ ഇവിടെ വരുന്നത്. ഒരു കമ്പനി കാര്യങ്ങളൊക്കെ അവിടുന്ന് പഠിക്കുന്നതാണ് അല്ലേ, ഷെയറും അതിൻ്റെ ഇഷ്യൂവും എല്ലാ കാര്യങ്ങളും. കുറച്ച് കൂടിയിട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്നുള്ള പേരിൽ അത് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഒരുപാട് പേര് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്